ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എനിക്ക് ചക്കപ്പുഴുക്കിന് സമയമായി. സോറി ചക്കപ്പുഴുക്കല്ല, ചെക്കപ്പിന് സമയമായി. അപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. അതൊന്നുമല്ല, മൈഗ്രെയിൻ ഗർഭ. അതായത് തലവേദനയാണ്. ഞാൻ നിങ്ങൾക്കാണ് തലവേദന എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എനിക്കുണ്ട് തലവേദന നിങ്ങളാലൊക്കെ തന്നെ. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളാൽ അല്ല, എന്നാൽ നിങ്ങൾക്ക് മാത്രമേ തലവേദന ഉള്ളൂ എന്ന്. അതല്ല സത്യാവസ്ഥ. നിങ്ങളാൽ എനിക്കും തലവേദനയുണ്ട്. അപ്പം ഞാനിപ്പം സ്ഥിരമായിട്ടിപ്പം എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, സ്ഥിരമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇക്കറയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് പോവുകയാണ്. അപ്പോൾ ഒരു മാസമായിട്ടില്ല, പക്ഷേ കോഴിക്കോടേക്ക് പോകാൻ ചെറിയ കാര്യകാരണങ്ങളുള്ളത് കൊണ്ട് മെല്ലെ ഒന്ന് പോയി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അതിനായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബസ്സിലാണ് പോകുന്നത്. ബസ്സിൻ്റെ ഡ്രൈവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അരുണേട്ടനല്ല, കരുണേട്ടനാണ് ഡ്രൈവർ. ലോക്കൽ വണ്ടിയിലാട്ടോ. അപ്പം കരുണേട്ടനുള്ളപ്പോൾ നമുക്ക് ബസ്സിന് അതിൽ തന്നെ കയറണമല്ലോ. അപ്പോൾ കരുണേട്ടൻ്റെ കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ കരുണേട്ടൻ ഡോക്ടറുടെ അടുത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ആ ഒരു എന്താ പറയുക, കുറച്ച് ഒന്ന് സ്റ്റേൺ ആവാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് യാത്ര. എനിക്ക് മറ്റാരും ഇല്ലാതെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ എനിക്ക് ഭയങ്കര ഒരു ചടപ്പായിരുന്നു. മറ്റേ കൂൾ ബാറിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ, ഒറ്റയ്ക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഷെയിമുള്ള ഒരാളായിരുന്നു ഞാൻ. അതൊക്കെ ഇപ്പോൾ മാറ്റി വരുന്നുണ്ട്. ചിലപ്പം എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഷോപ്പിംഗ് നടത്തണം. ഒരു കൂട്ടം ഡ്രസ്സ് കൂടി മേടിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്ക് തന്നെയാണ് പണിയെന്ന്. അതെ, എനിക്കിത് തന്നെയാണ് പണി. എനിക്ക് മറ്റന്നാളൊരു ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി ഒരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഡ്രസ്സ് വേണമല്ലോ. അപ്പം നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഡ്രസ്സും കൂടി ഇന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ. അരുണിൻ്റെ ബസ്സിൻ്റെ ടൈം നോക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ എനിക്ക് വെയിലത്ത് മൈഗ്രെയിൻ ഉള്ളപ്പം വെയിൽ കൊള്ളാൻ പാടില്ല എന്നുള്ളത് അറിയാമല്ലോ. 12:30-ക്കാണ് അവൻ്റെ ബസ് വരുന്നത്. അപ്പോൾ നട്ടുച്ച സമയത്ത് വെയിൽ കൊണ്ടാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങാണ്. ഇത് നല്ല ലെങ്തി ആയിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്യിച്ചതാണ്. എനിക്ക് ഇങ്ങനെ ലോക്കൽ പോക്കിന് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് പാർട്ടിക്കൊക്കെ ആണല്ലോ നല്ല ലെങ്ത്തോടു കൂടെ പോകേണ്ടത്. നമ്മൾ ലോക്കലായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, ലോക്കൽ എന്ന് ഉദ്ദേശിച്ചത് ഈ ഹോസ്പിറ്റല്, ഷോപ്പിങ്ങിന്, ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു വേഷം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കമ്മലിട്ടിട്ടില്ല കേട്ടോ. കമ്മൽ ഊരി വെച്ചു. അതെന്താണെന്ന് വെച്ചാൽ മറ്റന്നാൾ ഷൂട്ടുള്ളതാണല്ലോ. അപ്പം വലിയ റിങ് ഇടണമല്ലോ, അല്ല വലിയ കമ്മലിടണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സ്വർണത്തിൻ്റെ അവിടെ ഊരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നേരെ ഉള്ളിയേരിയിലേക്ക് ബസ് കയറാൻ പോട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം. പെട്ടെന്ന് തട്ടിപ്പോവോ ഇല്ലയോ, നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഉള്ളിയിലെത്തി കുറച്ച് സമയം എനിക്ക് ഇവനെ കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇവൻ വന്നു, ബസ്സിൽ പോയി. അവന് ലോക്കൽ വണ്ടിയിൽ അങ്ങനെ പോകാറില്ല കേട്ടോ. ലിമിറ്റഡിൽ പോയിട്ട് ശീലമായിട്ടുള്ള ആൾക്കാർക്ക് ലോക്കൽ വണ്ടി പോകുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം സ്പീഡ് പോയ ആൾ മെല്ലെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ ലോക്കൽ വണ്ടി എന്ന് പറയുന്നത്. നടന്നു പോകുന്നത് പോണാണല്ലോ. അപ്പം ആച്ചാനും ഭയങ്കര ഗമേലാ, ജാട നോക്കുന്നുമില്ല, ചിരിക്കുന്നുമില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാ അങ്ങോട്ട് ചിരിക്കാൻ പോയത്? ഞാനും ചിരിച്ചില്ല അല്ലേ.
പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ആയിരുന്നു. മോനാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ ഒരുപാട് തവണ വരച്ചൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇന്നലെ എനിക്ക് അയക്കാനുള്ളതായിരുന്നു. ഇതേപോലെ തന്നെയുള്ള ഒന്നുകൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതാണ് ഞാൻ പ്രൈം മിനിസ്റ്റർക്കും കൊടുത്തിരിക്കുന്നത്, അതേപോലെ ദിലീപേട്ടന് കൊടുത്തിരിക്കുന്നത്, മനോജ് കെ ജയൻ എന്ന് പറയുന്ന ഏട്ടനുണ്ടല്ലോ, ജയറാമേട്ടന്, അതേപോലെ സുരേഷ് ഗോപിക്ക്, മറ്റേ ഈ ശ്രീധരൻ സാറിനൊക്കെ ഇതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗുരുവായൂർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരുവിധം സെലിബ്രിറ്റീസിനൊക്കെ കൊടുത്തൊരു കളർ കോമ്പിനേഷനും അതാണ്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടം പോലെ ആൾക്കാരാണുള്ളത്. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു റീലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റീലും എടുത്തതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ച് കയറി എന്ന് തന്നെ പറയാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെല്ലാം കൂടി വീട്ടിലെത്തി. തിരിച്ച് ഇങ്ങോട്ട് അരുണിൻ്റെ കൂടെ അല്ലായിരുന്നു കേട്ടോ. അരുണിൻ്റെ കൂടെ അല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂട്ടിച്ചേർക്കണം. എൻ്റെ കാരണവന്മാരെന്തോ പുണ്യം ചെയ്ത ആൾക്കാരാണ്, പാപം ചെയ്ത ആൾക്കാരല്ല എന്നുള്ളത് മനസ്സിലായി. അതെന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ കണ്ണൂർ കോഴിക്കോട് ബസ്സിലായിരുന്നു കയറിയത്. എനിക്ക് പൊതുവേ സ്പീഡ് ഇഷ്ടമാണ്, പക്ഷേ മുൾമുനയിൽ നിർത്തുന്നൊരു പോക്കായിരുന്നു ഇന്നത്തെ ബസ്സിലെ ചേട്ടൻ്റെ പോക്ക്. ഏതായാലും ചേട്ടൻ പൊളിയാണ് കേട്ടോ. ചേട്ടൻ്റെ പേരോ കാര്യങ്ങളോ എനിക്കറിയില്ല, ബസ്സിൻ്റെ പേരും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അത് അവർക്കൊരു സീനാവണ്ടല്ലോ. പക്ഷേ ആ ചേട്ടൻ പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ആ വണ്ടി അത്രയും സ്പീഡിൽ ഓടിക്കുക എന്ന് പറയുമ്പം അത് ചേട്ടനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ബസ്സിൽ നിന്ന് പിന്നെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലെത്തി. ഇനി ഡോക്ടർ എന്ത് പറഞ്ഞു എന്നുള്ളതിലാണെങ്കിൽ, ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 3 വീക്സ് ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഗുളിക മാറ്റി തന്നിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഡോക്ടർ പറഞ്ഞതും കാര്യങ്ങളൊന്നുമില്ല. നല്ല ബെറ്ററാണെന്ന് പറഞ്ഞു. 1-2 മെഡിസിൻ മാറ്റി എഴുതി തന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കൽ തുടങ്ങിയിട്ട് 1-1.5 വർഷത്തോളമായി. മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്, മാറ്റമില്ലേ എന്ന് ചോദിച്ചാൽ മാറ്റമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നൈസായിട്ട് പോകുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മൈഗ്രൈൻ്റെ വേദന, ഒരു ടെൻഡൻസി ഉണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് കരുതി. മോനെ കാറിൽ പോയിട്ടേ സാറിനത്തെ ഷീറ്റ് എടുത്തിട്ട് വാ, ലാസ്റ്റ് കാണിച്ചേ. അപ്പം ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്നത് കാർ എടുത്തിട്ടല്ല കേട്ടോ, ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. കാരണം മെഡിസിൻ കുറച്ച് ഡോസാണ്. തിരിച്ച് വണ്ടി ഓടിച്ച് വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പരിപാടിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സഹകരണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. കണ്ണ് ചെറുതാകുന്നുണ്ട്. ബസ് പോയതുകൊണ്ടായിരിക്കാം മേ ബി തലവേദന എടുക്കുന്നത്, എനിക്കറിയില്ല എന്താണെന്ന്. ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ. മൈഗ്രൈൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കാർ എടുക്കരുത് എന്ന് എന്നോട് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പം പെട്ടെന്ന് കണ്ണടഞ്ഞ് പോയാൽ, കണ്ണെന്ന് വെച്ചാൽ ലൈറ്റ് വന്നിട്ട് കണ്ണടഞ്ഞ് പോയാൽ ഓപ്പോസിറ്റുള്ള ആൾക്കാരെയും കൂടി നമ്മൾ ബുദ്ധിമുട്ടിപ്പിച്ച് പോകുമല്ലോ. അങ്ങനെ ഏറിയ കാലത്തിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. ഇപ്പം പറയും, നീ എപ്പോഴും ഹോസ്പിറ്റലിലാണല്ലോ, നിനക്ക് അങ്ങനെ കിട്ടണം, നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ്. ആണെങ്കിൽ ആവട്ടെ, ദൈവത്തിന് അങ്ങനെയെങ്കിലും തന്നെ ശിക്ഷിക്കണ്ടേ. അങ്ങനെ ഇതെന്താ പറയുക, ട്രിപ്പ് 2 തരം ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാൻ മേലാത്തൊരു ഡൗട്ടാണ്. ട്രമഡോൾ എന്ന് പറയുന്ന അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. പിന്നെ ഇവരെന്തിനാണിത് സെയിൽ ചെയ്യുന്നത്? ഡോക്ടർമാർക്ക് അത് ചെയ്യാനും ഭയങ്കര ടെൻഷനും ആദ്യമൊക്കെയാണ്, എന്നാലും അവരത് ചെയ്യുകയും ചെയ്യും. എന്നിട്ടും അവർ പറയും അഡിക്റ്റാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. എന്തിനാണെന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും 2 ട്രിപ്പായിരുന്നു ഇടാനുള്ളത്, അതിട്ട് വീട്ടിലോട്ട് പോന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി.
അപ്പം ഇന്നലെ അരുണ് 4 ജ്യൂസ് മേടിച്ചിട്ടാണ് വന്നത്. ഡോറടിക്ക്. അപ്പം 3 ഞാൻ കുടിച്ചു. അങ്ങനെ വന്നത് ശേഷം ഒരു ഫാത്തിമ കുടുംബം അങ്ങോട്ട് പോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിത് കുടിച്ച് തീർക്കട്ടെ. അപ്പം അങ്ങനെയാണ്. ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈഡാക്കി ഒന്ന് കിടന്നുറങ്ങണം. സ്ലീപ്പിംഗ് കണ്ടൻ്റ് കൂടി ഉള്ളൊരു മരുന്നാണ് അടിച്ചത്. അപ്പം എല്ലാം നല്ലൊരു ഉറക്കമുറങ്ങട്ടെ. ഓക്കെ, ടാറ്റാ.